ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സാധാരണമായ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ നടുവിൽ ചലിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ദൈവസാന്നിധ്യം ചലിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ വാക്കുകൾക്ക് പ്രാധാന്യതയില്ല. എല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവാത്മാവിൻ്റെ ഹൃദയത്തിനകത്ത് തന്ന ചില പദങ്ങൾ മാത്രം വേഗത്തിൽ നിങ്ങളോട് കൈമാറി. ഒത്തിരി സമയം മുന്നോട്ട് പോയെങ്കിലും ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന ചിന്ത ഇനിയുള്ള സമയത്തിനകത്ത് നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് കൈമാറിയിരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകം 40-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യം. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. മതി. നല്ല വചനത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകം 40-ാം അധ്യായം അതിൻ്റെ 12 മുതലുള്ള വാക്യങ്ങൾ ദി മജസ്റ്റി ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ മഹത്വത്തെ വിളിച്ചു പറയുന്ന ഒരു അധ്യായമാണ്. അതിനകത്ത് യെശയ്യാവ് 31-ാമത്തെ വാക്യം എത്തുമ്പോൾ ദൈവത്തെ ആരാധിക്കുന്ന, ദൈവ ശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവജനത്തെ ഒരു കഴുകനുമായി തുലനം ചെയ്ത് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇന്ന് പകൽക്കാലം വെറും 4 പദങ്ങൾ മാത്രം ഞാൻ നിങ്ങളോട് മുൻപിൽ വച്ച് വേഗത്തിൽ പ്രാർത്ഥിച്ചിരിക്കാൻ ആഗ്രഹിക്കുകയാണ്. 1, ക്ഷീണിച്ചു പോകരുത്. 2, കൈവിടരുത്. 3, തളരരുത്. 4, ദൈവസന്നിധിയിൽ നിന്ന് കാത്തിരിക്കാനുള്ള ഹൃദയം നമ്മുടെ ജീവിതത്തിനകത്ത് വേണം. 4 കാര്യങ്ങൾ മാത്രം വേഗത്തിൽ ഈ വചനത്തിനകത്തുനിന്ന് വേഗത്തിൽ നിങ്ങളോട് കൈമാറാൻ ആഗ്രഹിക്കുകയാണ്. നേരത്തെ ഞാൻ ഓർമ്മപ്പെടുത്തിയതുപോലെ ക്ഷീണിക്കരുത്, കൈവിടരുത്, തളരരുത്, കാത്തിരിക്കും. ഈ 4 കാര്യങ്ങൾ ഈ വചനത്തിൻ്റെ അകത്ത് നിന്ന് നിങ്ങളോട് കൈമാറി വേഗത്തിൽ പ്രാർത്ഥിച്ചിരിക്കാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. പ്രിയരെ, വേദപുസ്തകത്തിനകത്ത് ഞാൻ പറഞ്ഞതുപോലെ യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകം 40-31 ആഴമേറിയ ഒരു താരതമ്യ പഠനമാണ് നമുക്കതിനകത്ത് കാണാൻ കഴിയുന്നത്. മനുഷ്യനെയും കഴുകനെയും തമ്മിൽ ബന്ധിപ്പിച്ച് പഠിക്കുന്ന ഒരു ചിന്തനീയമായ ഒരു ഭാവം അതിനകത്ത് കിടപ്പുണ്ട്. അവിടെ പറയുന്നുണ്ട്, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. പ്രിയരെ, വേദപുസ്തകം പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചരിത്രങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ കഴുകനൊരു പ്രത്യേകതയുണ്ട്. കഴുകനും മനുഷ്യനും ഏകദേശം ഒരേ ആയുസ്സിൻ്റെ ദൈർഘ്യമാണ്. മനുഷ്യന് കഴുകൻ്റെ ആയുസ് എന്ന് പറയുന്നത് ഏകദേശം തുല്യമാണ്. അതുപോലെ തന്നെ കഴുകൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, കഴുകൻ കാലഘട്ടത്തിനകത്ത് മേഘങ്ങളുടെ മുകളിലൂടെ പറക്കാൻ വിളിക്കപ്പെട്ടവനാണ്, അല്ലെങ്കിൽ അങ്ങനെ ചലിക്കുന്നവനാണ്. കാർമേഘങ്ങളുടെ മുകളിലൂടെ ഉയർന്നു പോകുന്നവനാണ്. പക്ഷേ കാലഘട്ടങ്ങൾ കഴിയുമ്പോൾ ആഹാരം കടിച്ച് നന്നായി പറന്നുകൊണ്ടിരുന്ന കഴുകന് ഒരു സീസണാകുന്ന സമയത്ത് പറക്കാനുള്ള കഴിവുണ്ട്, എങ്കിലും പറക്കാൻ കഴിയത്തില്ല. കാരണം അവൻ്റെ ശരീരം ആഹാരം കഴിച്ചതുകൊണ്ട് അവൻ ബൾക്കിയാകും, അല്ലെങ്കിൽ അവൻ തടിച്ചിട്ട് അവൻ്റെ തൂവലുകൾക്ക് അവൻ്റെ ശരീരഭാഗത്തെ അല്ലെങ്കിൽ ഭാരത്തെ താങ്ങാൻ കഴിയാത്തവണ്ണം അവൻ ഒത്തിരി പറക്കാൻ കഴിയാതെ വണ്ണം അവൻ ഒത്തിരി അസ്വസ്ഥപ്പെടും. മറ്റു പക്ഷികളെല്ലാം പറന്നുയരുന്ന സമയത്ത് തന്നെപ്പോലെയുള്ള ചിറകുകളുള്ള, തന്നെപ്പോലെ രൂപഗുണമുള്ള, തന്നെപ്പോലെ ചുണ്ടുകളുള്ള മറ്റു പക്ഷികളെല്ലാം വാനമേഘങ്ങളെ താണ്ടി ഇരകളെ തേടി അല്ലെങ്കിൽ ഉയരങ്ങളിൽ പറന്നു പോകുന്നത് കാണുമ്പോൾ ഈ കഴുകന്റെ പ്രത്യേകത, ഇവന് നോക്കിയിരിക്കാനേ കഴിയത്തുള്ളൂ. ഇവന് വ്യസനമാണ്. കാരണം തന്നെ പോലെയുള്ളവർ പറന്നുയരുന്നു. പക്ഷേ ഈ കഴുകനെ സംബന്ധിച്ചിടത്തോളം അവന് പറക്കാനുള്ള എല്ലാം ഉണ്ട്, എല്ലാ കഴിവും ക്വാളിറ്റികളും അവൻ്റെ ജീവിതത്തിനകത്തുണ്ട്. പക്ഷെ പറക്കാൻ കഴിയുന്നില്ല. എവിടെയൊക്കെ അവനെ എന്തൊക്കെ പുറകോട്ട് വലിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കഴുകൻ എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ കഴുകൻ വിട്ടുകൊടുക്കാൻ മനസ്സില്ലാതെ അവന് കഴിവുണ്ടായിട്ടും പറക്കാൻ കഴിയാത്ത സാഹചര്യം വരുമ്പോൾ അവൻ എന്ത് ചെയ്യും? അവനൊരു പാറയുടെ പിളർപ്പിലോ ഒരു പാറയിലോ ചെന്ന് അഭയം തേടും. നമ്മുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞ അവൻ ദീർഘകാലങ്ങൾ ആഹാരം കഴിക്കാതെ അവൻ്റെ ശരീരത്തെ തന്നെ, നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അവൻ ഡയറ്റ് എടുത്ത് അവൻ്റെ ശരീരത്തെ മുഴുവനും വെയിറ്റ് എല്ലാം വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് കഴുകൻ ചെയ്യുന്നൊരു
കാര്യമുണ്ട്. ഇങ്ങനത്തെ ഈ ചിറക് കൊണ്ട് ഇനി ഒരിക്കലും എനിക്ക് പറന്നു പോകാൻ കഴിയത്തില്ല. അതുകൊണ്ട് തൻ്റെ ശരീരത്തെ പാറയിൽ ഉരച്ചോ അല്ലെങ്കിൽ തൻ്റെ ചുണ്ടുകൾ കൊണ്ടോ തൻ്റെ തൂവലുകളെ വലിച്ചു പിന്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദനാജനകമാണ്. ഓരോ തൂവലുകളും അത് വലിച്ചെടുക്കുന്ന സമയത്ത് അതിനകത്ത് നിന്ന് രക്തം വമിക്കും. എങ്കിലും താൻ തൂവലുകളെ വമിച്ചെടുത്ത് അല്ലെങ്കിൽ അതിനെ പുറത്തേക്ക് വലിച്ചെടുത്ത് ശരീരത്തെ മുഴുവനും രക്തത്തുള്ളികളാൽ നിറച്ച് അല്ലെങ്കിൽ ശരീരത്തെ പാറയോട് ചേർത്തുരച്ച് എന്ന് പറഞ്ഞാൽ കണ്ടാൽ കഴുകനാണെന്നറിയാൻ കഴിയില്ല. കണ്ടാൽ കഴുകനാണെന്ന് അറിയാൻ കഴിയത്തില്ല. ആ രീതിയിൽ വികൃതമായി മാറും. തൻ്റെ ചുണ്ടുകൾ ഇന്നലകളിൽ ഉയരങ്ങളിലുള്ള പല ആർക്കും എടുക്കാൻ കഴിയാത്ത നല്ല ആഹാരം ഉയരങ്ങളിലൂടെ പറന്നു ചെന്ന് കൊത്തിപ്പറിച്ചെടുത്ത കഴുകൻ്റെ ചുണ്ടുകളെ ഇത് തന്നെത്താനെ പാറയിൽ ഇടിച്ച് ചുണ്ടുകളെ പൊട്ടിച്ചു കളയും. എന്നിട്ട് ഒരു വികൃത പക്ഷിയെ പോലെ കണ്ടാൽ പോലും തിരിച്ചറിയത്തില്ല. കഴുകൻ എന്നൊക്കെ പറഞ്ഞാൽ കഴുകൻ പോലും നാണക്കേടാകും. ആ സാഹചര്യത്തിനകത്ത് അവൻ പാറയുടെ പിളർപ്പിനകത്ത് ഒളിച്ച് കാത്തിരിക്കുക. അതിനെ പറയുന്ന പേരാണ് വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത്. ഇന്ന് പകൽ ഞാൻ അവിടെ നിന്ന് ഒരു ആത്മദൂത് ആരംഭിക്കട്ടെ പ്രിയരെ. ജീവിതത്തിന്റെ മേഖലകൾക്കകത്ത് ദൈവരാജ്യത്തിന്റെ ശബ്ദം കേട്ട് മുന്നോട്ടിറങ്ങി. പക്ഷെ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം പറന്നുയർന്നു. കൂടെ ഉണ്ടായിരുന്നവരെല്ലാം അനുഗ്രഹം പ്രാപിച്ചു. ഇന്നും നിനക്ക് എവിടെയൊക്കെ പറന്നുയരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ പറക്കാൻ ചിറകുകളുണ്ട്, പക്ഷെ പറക്കാൻ കഴിയുന്നില്ല. ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ നിന്നെ മുന്നോട്ട് വിടുന്നില്ല, നിന്നെ പുറകോട്ട് വലിക്കുകയാണ്. ഒന്നു മാറി പ്രതിസന്ധികൾ പ്രതികൂലങ്ങൾ നിന്നെ ഉയരാൻ കഴിയാതെ പുറകോട്ട് വലിക്കുമ്പോൾ ആത്മാവ് നിങ്ങളെ നോക്കി ദൂത് കൈമാറുക. കുഞ്ഞെ കാത്തിരിക്കുക. ഇന്ന് പകൽക്കാലം ഒരു വെയിറ്റിംഗ് പീരീഡ് നിനക്കുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അതിൽ അസ്വസ്ഥപ്പെടേണ്ട. നീ കാത്തിരിക്കുക. ആരെല്ലാം പറന്നുയർന്നാൽ നിനക്ക് വേണ്ടി ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട്. ദൈവം നിനക്ക് വേണ്ടി ഒരു സമയം വെച്ചിട്ടുണ്ട്. ഒത്തിരി നിന്ദകൾ കേൾക്കേണ്ടി വന്നേക്ക്. ഒത്തിരി അപമാനത്തിന്റെ അസ്ത്രങ്ങൾ നിന്റെ ജീവിതത്തിനകത്ത് നീ കേൾക്കാമേ അനുഭവിക്കേണ്ടി വന്നേക്ക്. പക്ഷെ അവിടെയൊന്നും നീ തകർന്നു പോകത്തില്ല. ദൈവത്തെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കുമെന്ന് വചനം പറയുന്നുണ്ടെങ്കിൽ കാത്തിരിപ്പിന്റെ സമയം അത് തകർച്ചയുടെ സമയമല്ല. കാത്തിരിപ്പിന്റെ നാളുകൾ അത് ശക്തിയെ പുതുക്കുന്നതാണ്. വിശ്വസിക്കുന്നവർ ആ കരമടിച്ച് ഇന്ന് പകൽക്കാലം ദൈവശക്തിയിൽ ഇന്ന് പകൽക്കാലം പുതുകൾ പ്രാപിക്കട്ടെ. പഴയ ആരാധന കൊണ്ട്, പഴയ അന്യഭാഷ കൊണ്ട്, പഴയ പ്രവചനം കൊണ്ട്, പഴയ ദൂതുകൾ കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. പുതിയ നിയോഗങ്ങള്, പുതിയ അഭിഷേകത്തെ, പുതിയ ശുശ്രൂഷയുടെ തലങ്ങള്, പുതിയ ദൈവത്തിന്റെ ആത്മാവിന്റെ തലങ്ങള് ഈ പകൽ പ്രാപിച്ചെടുക്കുക. തയ്യാറുള്ളവടമേ ഇന്ന് പകൽ പുതുമയുടെ ഒരു അഭിഷേകത്തെ ദൈവം കൈമാറുകയാണ്. ശബലബലഗടഗധരാറുകൾ ഖമനബലഗട അൽഖമനബലഗടഗബരാറുകൾ ഖമനബലഗടഗധരാറുകൾ ശമാന ഘടകധാര മാനാക്ഷബാല ഘടകധാര ശബാല ഘടകമാര ഭക്ഷമാന ഘടകധാര ഓറിമാനകൾ ഖമനബലഗടഗധരാറുകൾ ഖമനബലഗടക ആരെയൊക്കെ ദൈവം ശക്തിപ്പെടുത്തുകയാ, ആരെയൊക്കെ ദൈവം പുതുക്കുകയാ. ഇന്ന് പകൽ നിന്നെ പുതുക്കാനാ ഇതിനകത്ത് കൊണ്ടിരുത്തിയേ. നിന്നെ പുതുക്കി പുറത്തെടുക്കാനാ. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില ശോഭനകളിലൂടെ എൻ്റെ കർത്താവ് നിന്നെ കൊണ്ടുപോയവ. നിന്റെ വേദന ഒരുപക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തിരിക്കുന്നവർക്കറിയില്ല. നിന്റെ വേദനയുടെ അനുഭവങ്ങള് ഒരുപക്ഷെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവൻ ഇന്ന് പകൽക്കാലം നിന്നെ സപ്പോർട്ട് ചെയ്യണമെന്നില്ല. പക്ഷെ സ്വർഗം പറയുക, കുഞ്ഞേ ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഈ കാത്തിരിപ്പിന്റെ നാളുകളിൽ നീ തകരില്ല. എന്നോട് ആരൊക്കെ നോക്കി ദൈവാത്മാവ് പറയുക, വെയിറ്റിംഗ് പീരീഡ് കഴിഞ്ഞു കേട്ടോ. നീ വെയിറ്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു. വ്യക്തമായി ദൈവാത്മാവ് എന്നോട് പറയുന്നു. ശബാരകൾ ഖമനബലഗടഗധരാറുകൾ ഖമനബലഗടഗ ശബാരകൾ ഖമനബലഗടഗധരാറുകൾ ഖമ ബ്രഹ്മാനഗടഗധരാറുകൾ ഖമനബലഗടഗധരാറുകൾ ഖമനബലഗട
അർത്ഥപരം ധുരവൈഢപരം ധരം. ദൈവാത്മാവ് വ്യക്തമായി കാണിക്കുന്നൊരു വെളിപ്പാട്. പ്രിയരെ, നമ്മൾ യാത്ര ചെയ്യാൻ വേണ്ടി എയർപോർട്ടിലേക്ക് കയറും. എയർപോർട്ടിൻ്റെ അകത്ത് കയറുമ്പോൾ നമ്മുടെ പാസ്പോർട്ടെല്ലാം വെരിഫൈ ചെയ്ത് നമ്മുടെ ലഗേജൊക്കെ കയറ്റി വിട്ടിട്ട് നമ്മളൊരു ലോബി പോയിരിക്കും. അതിന് പറയുന്ന പേരാണ് വെയിറ്റിംഗ് ടൈം. എന്നോട് ദൈവാത്മാവ് പറയുന്നു, നാളുകളായി ഒരു ഉപജീവനത്തിന് വേണ്ടി എന്നോട് ദൈവാത്മാവ് ഇങ്ങനെ തന്നെ പറയുന്നു. ഒരു സർക്കാർ ജോലിക്ക് വേണ്ടി പ്രാർത്ഥനയോടെ കാത്തിരുന്ന ആരൊക്കെ ഇതിനൊക്കെ തിരിപ്പുണ്ട്. എന്നോട് ദൈവാത്മാവ് പറയുന്നു, നീ വെയിറ്റ് ചെയ്തിരുന്ന സമയം കഴിഞ്ഞു. നിന്നെ ഞാൻ ടേക്ക് ഓഫിലേക്ക് കൊണ്ടുപോവുക. നിന്റെ കരത്തിനകത്ത് അർഹതയില്ലാത്ത ലെറ്ററിനെ എന്നോട് വ്യക്തമായി കാണിക്കുന്നു. 2026 കഴിഞ്ഞ് 27 ആരംഭങ്ങൾക്കകത്ത് നിന്റെ കരത്തിൽ ദൈവം തരാൻ വകയാണ്. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു എന്ന് അറിയത്തില്ല. ഇന്ന് പകൽ ഏറ്റെടുത്തോണ്. ഈ ഹോളിനകത്തിരിക്കുന്നവർ വിശ്വസിച്ചാൽ നിങ്ങളുടെ മേൽ വെളിപ്പെടും. ലൈവിലൂടെ ഞങ്ങളെ കാണുന്നവർ, ഇനി കാണാൻ പോകുന്നവർ, ഇന്ന് പകൽക്കാലം ഈ ദൂതിനോട് ആമേൻ പറഞ്ഞു സ്വീകരിച്ച ഈ പകൽക്കാലം ഈ ആലയത്തിനകത്ത് വന്ന് നീ സാക്ഷ്യം പറയത്തക്ക നിലവാരത്തിൽ ഒരു ദൈവത്തിന്റെ കരം വ്യക്തമായി ദൈവാത്മാവിനെ കാണിക്കുന്നു. ദൈവിക ദൂതന്മാർ പ്രിയരെ, കാത്തിരിപ്പിന്റെ നാളുകൾ നമുക്ക് വേദനാജനകമാണ്. നമുക്ക് കാത്തിരിക്കാൻ കഴിയത്തില്ല. കാത്തിരിക്കാൻ പലപ്പോഴും നമുക്ക് ആഗ്രഹമില്ല. പക്ഷെ കഴുകനെ സംബന്ധിച്ചിടത്തോളം അവൻ വെയിറ്റ് ചെയ്തിരിക്കും. അവൻ്റെ വെയിറ്റിംഗ് പീരീഡ് അവൻ അറിയാം. ഇന്നലകളിൽ പറന്നതിനേക്കാൾ ഇനി ഞാൻ നാളെ പിറക്കും. ഞാൻ ആത്മാവിൽ അവിടെ നിന്നൊരു ദൂത് കൈമാറാം. ഇന്നലെ വരെ കണ്ടതല്ല ആമേൻ ഒറിജിനലായിട്ട് നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നത്. ഇന്നലെ വരെ അനുഭവിച്ച നന്മയല്ല, ഇന്നലെ വരെ പാർത്ത ഭവനമല്ല ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയത്. ഇന്നലെ വരെ നിന്റെ കയ്യിൽ വന്ന നന്മയല്ല കുഞ്ഞ് ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയത്. നിനക്ക് വേണ്ടി ഒരുക്കിയ ചില നന്മകൾ വെയിറ്റിംഗിലാണ്. ആമേൻ, നിനക്ക് വേണ്ടി ഒരുക്കിയ ചില നന്മകൾ എൻ്റെ കർത്താവ് നിന്നെ വെയിറ്റിംഗ് പീരീഡിൽ ഇരുത്തി അത് ചിലത് പ്രിപ്പയർ ചെയ്യുക. എന്നോട് വ്യക്തമായി ദൈവാത്മാവ് അങ്ങനെ പറയുന്നു. ചില പട്ടണങ്ങൾ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക, ചില രാജ്യങ്ങൾ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക, ചില കുടുംബങ്ങൾ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. എന്നോട് വ്യക്തമായി ദൈവാത്മാവ് ദൂത് കൈമാറുന്നു. ഇതുവരെ നിനക്ക് ചിന്തിക്കാൻ കഴിയാത്ത അർഹതയില്ലാത്ത ഭവനങ്ങൾ പണിത് നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഈ വചനം ഞാൻ കൈമാറുന്ന സമയത്ത് തന്നെ വ്യക്തമായി ദൈവാത്മാവ് ഇങ്ങനെ പറയുന്നു. ചില വാഗ്ദത്ത നിവർത്തികൾ എന്റെ ദൈവം ചെയ്യാൻ പോകുന്നു. ഈ കണ്ണുകൊണ്ട് കാണത്തക്ക നിലവാരത്തിൽ നിന്റെ കാത് കേട്ടത് ചിലവ് നിന്റെ കരത്തിൽ തരാം. സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ സ്വീകരിച്ചോണം. കരമടിക്കാൻ കഴിയുമെങ്കിൽ കരമടിച്ച് തന്നെ ഈ ദൂതനോട് ആമേൻ പറഞ്ഞോണം. ദൈവിക ദൂതന്മാർ ഇറങ്ങുകയാ. കണ്ടവല്ല കുഞ്ഞെ, കണ്ടവല്ല. ദൈവം നിനക്ക് വേണ്ടി ഒരുക്കുന്ന വ്യത്യസ്തമായ
അർത്ഥമാന ധീരധാല ഘടകചാര ശരാദലബ്ധ റമന ഘടകധരാരക. പ്രിയരെ, ആരാധിച്ച് തന്നെ ചില ദൂതിനോട് ആമേൻ പറഞ്ഞു വേണം. ആമയെ നിർത്തി ആരാധിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ മുമ്പിൽ സമയമില്ല. പ്രിയരെ, ഞാൻ ആത്മാവിൽ പറയാം, കാത്തിരിപ്പിൻ്റെ നാളുകളുണ്ട്. കാത്തിരിപ്പിൻ്റെ നാളുകളുണ്ട്. ചില വെയിറ്റിങ്ങിൻ്റെ ടൈമുകളുണ്ട്. ആ സമയത്ത് നീ പോലും പ്രതീക്ഷിക്കാതെ നിന്റെ ജീവിതത്തിനകത്ത് പല മാറ്റങ്ങൾ സംഭവിക്കും. നീ ചിന്തിക്കും, ആമേ കാത്തിരുന്ന് കഴിഞ്ഞാൽ, പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, ഉപവസിച്ചു കഴിഞ്ഞാൽ, ആരാധിച്ചു കഴിഞ്ഞാലൊക്കെ ചില നന്മകളൊക്കെ വേഗത്തിൽ വെളിപ്പെടുമെന്ന്. കുഞ്ഞേ, ചില കാത്തിരുന്ന് കിട്ടുന്ന നന്മകൾക്ക് മഹത്വം വലുതാണ്. കാത്തിരുന്ന് ലഭിക്കുന്ന നന്മകൾക്ക് മഹത്വം വലുതാണെന്നേ. കണ്ണുനീരോടെ കരഞ്ഞു പ്രാപിക്കുന്നതിന് ആമേ നിനക്ക് ചിന്തിക്കാൻ കഴിയില്ല. വേഷം അതിശയിക്കുന്ന നന്മകൾ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ദൈവം കൊടുക്കുന്നത് നിനക്ക് ചിന്തിക്കാൻ കഴിയാത്തത്. നിന്റെ ജീവിതത്തിനകത്ത് ദൈവം വെളിപ്പെടുത്തുന്നത് നിനക്ക് ആമേ സ്വപ്നം കാണാൻ കഴിയാത്തത് ആമേ നിന്റെ ജീവിതത്തിനകത്ത് ദൈവം വെളിപ്പെടുത്തുന്നത്. ആമേ ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, നമുക്ക് കാത്തിരിപ്പിൻ്റെ ഒരു സമയമുണ്ട്. കഴുകനെ സംബന്ധിച്ചിടത്തോളം കാത്തിരിപ്പിൻ്റെ സമയത്ത് അവൻ്റെ തൊലികളിൽ അല്ലെങ്കിൽ അവൻ്റെ സ്കിന്ന് മുഴുവനും മുരഞ്ഞു പൊട്ടി രക്തങ്ങളുടെ പാട് കാണാം. അവൻ്റെ ചുണ്ട് അമ്മ കൊത്തിപ്പറിച്ചടി തിന്നാൻ കഴിയത്തില്ല. അവൻ്റെ ചുണ്ട് മുഴുവനും അമ്മ പാറയിൽ ഇടിച്ച് പൊട്ടിപ്പോയി. പഴയ ചുണ്ടൽ പഴയതുപോലെ കൂർപ്പുള്ള മുനയുള്ള ചുണ്ടല്ല. ഇന്ന് മുനയില്ല, ആമേ ഭംഗിയില്ല. അവൻ്റെ ശരീരത്തിനകത്തുള്ള തൂവലുകളെല്ലാം അതെല്ലാം പൊഴിഞ്ഞ് വികൃത രൂപിയെ പോലെ പാറയുടെ പിളർപ്പിനകത്ത് പലരുടെയും ചിന്ത, ഇവൻ തീർന്നു, ഇവൻ അവസാനിച്ചു, ഇവൻ ഇനിയില്ല, ഇവൻ ഇനി ഒരു നല്ല കാലമില്ല. ഇവനെ നോക്കി പറയുന്നത്, ഇനി കഴുകനെ നിനക്കിനി വാനമേഘങ്ങളെ താണ്ടി പറന്നുയരാൻ കഴിയത്തില്ല, നിന്റെ ജീവിതം അവസാനിച്ചു. പ്രിയരെ, വെയിറ്റിംഗ് പീരീഡിനകത്ത് ചിലപ്പോഴൊക്കെ നാം കേൾക്കേണ്ടി വരുന്ന വാക്കുകൾ ഇതാണ്: ഇനി നിനക്കൊരു നല്ല കാലമില്ല, ഇനി നിനക്കൊരു നന്മയും വെളിപ്പെടത്തില്ല, ഈ ഭവനത്തിനകത്ത് നീ ഒതുങ്ങും, ആമേ നീ മുറിക്കകത്ത് ഒതുങ്ങിപ്പോകും, ഒരു ഭ്രാന്തനായി ഒരു ഭ്രാന്തിയെ പോലെ നിന്റെ ജീവിതം അവസാനിക്കുമെന്ന് കൂടെ നിൽക്കുന്നവർ പോലും കുത്തുവാക്കുകൾ പറയുമ്പോ നീ ഹൃദയത്തോട് പറയണം, ഇല്ലില്ല, ഈ കാത്തിരിപ്പിന്റെ കാലം കഴിയുമ്പോ എനിക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന ഒരു സമയമുണ്ട്. അന്ന് ഞാൻ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു പറന്നുയരും. ഇന്ന് പകൽക്കാലം ധൈര്യത്തോടെ പറ, ഇല്ലില്ല, ഈ പ്രതിസന്ധി എന്നെ തകർക്കില്ല, ഈ വേദന എന്നെ തകർക്കില്ല, ഈ പരാജയം എന്നെ തീർത്തു കളയില്ല. ഞാൻ പറമുയരും, ഞാൻ പറമുയരും. ഈ ദൂത് ആരെയൊക്കെ തൊടുകയോ കേട്ടോ, ആരെയൊക്കെ ചലിപ്പിക്കുക, ഇന്ന് പകൽ ധൈര്യത്തോടെ പറ, ഞാൻ പറമുയരും. I will fly high. Oh, Ramanatha, Rabalata, 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 Ribalata, la Kamana, Tidi, Chavala, Rikamana, Tudi, Chakarata, Lata, Rimana, Rikamana, Tudatala, Vaidabala, Tida, Chara, Kantaraba, Rikala, Teleke, Riminishe. Para വിശ്വാസത്തോടെ പറ, ഞാൻ പറമുയരും. All right, hey. Magato. Yes. കഴുകനറിയാം, ഞാൻ തീരില്ല, ഞാൻ ഇനിയും പറക്കും. ഇന്ന് പകൽ പറ, എല്ലാം തകർന്നിരിക്കുന്നവരായിരിക്കാം,
ഒരു നന്മയ്ക്കും പ്രതീക്ഷിക്കാൻ വകയില്ലാത്ത വ്യക്തിയായിരിക്കുക. എങ്കിലും അവിടെ ഇരുന്നുകൊണ്ട് പറ, ഇനിയും ഞാൻ ശക്തിയെ പുതുക്കും, ഇനിയും ഞാൻ ശക്തിയെ പുതുക്കും, ഇനിയും ഞാൻ കഴുകനെ പോലെ പറക്കും, ഇനിയും ഞാൻ പറക്കും. ഇന്നലെ വരെ പരമ ഉയരമല്ല, അതിനേക്കാൾ ഉയരങ്ങളിൽ, അതിനേക്കാൾ ഉയരങ്ങളിൽ, അതിനേക്കാൾ ഉയരങ്ങളിൽ ഞാൻ പറക്കും. ഇന്നലെ വരെ കണ്ടതല്ല, ഇന്നലെ വരെ കേട്ടതല്ല, ഇതുവരെയും കേൾക്കാത്ത നന്മകൾ, കാണാൻ അർഹതയില്ലാത്ത നന്മകൾ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി തരും. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസമൊക്കെ ഈ വചനം ഞാൻ ധ്യാനിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിനകത്ത് വന്നൊരു ചിന്ത, കാത്തിരിപ്പിൻ്റെ കാലഘട്ടങ്ങൾ പരാജയമല്ല കേട്ടോ. പക്ഷെ ഈ കാത്തിരിപ്പിൻ്റെ സമയത്ത് നമ്മിൽ 4 കാര്യങ്ങൾ വെളിപ്പെടണം. നമ്മിൽ 4 കാര്യങ്ങൾ വെളിപ്പെടണം. ഒന്ന്, ക്ഷീണിച്ചു പോകരുത്. ക്ഷീണിച്ചു പോകരുതെന്നേ ഇന്നലെ വരെ പറഞ്ഞതാ. ഇന്നലെ വരെ കാർമേഘങ്ങളെ കാണുമ്പോൾ നമുക്ക് പുച്ഛമായിരുന്നു. കാരണം ഇതൊക്കെ നിസ്സാരമായി നമുക്ക് പറന്നു കയറാൻ കഴിയും. ഇന്നലെ വരെ പ്രതിസന്ധിയൊക്കെ കാണുമ്പോൾ ഒരു ധൈര്യം ഉണ്ടായിരുന്നു. ഇന്നലെ വരെ പലതും അവൻ ആശ്രയിക്കാൻ തക്ക നിലവാരത്തിൽ നിന്നോടൊപ്പം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ആയപ്പോ നീ എവിടെയൊക്കെ ക്ഷീണിച്ചു തുടങ്ങി, എവിടെയൊക്കെ നീ പതറി തുടങ്ങി. ഇന്നലെ വരെ ഉള്ളത് പലതും ഇന്ന് നിന്റെ കൂടെയില്ല. ഒരുപക്ഷെ ബന്ധങ്ങളായിക്കൊള്ളട്ടെ, ഒരുപക്ഷെ നന്മകളായിക്കൊള്ളട്ടെ, ഒരുപക്ഷെ നിന്റെ ശരീരത്തിന്റെ ആരോഗ്യമായിക്കൊള്ളട്ടെ, ഇതൊന്നും ഒപ്പം നിന്റെ കൂടെ ഇന്നില്ല. പക്ഷെ ഇന്ന് പകൽ ദൈവം പറയുക, എന്ത് നിന്നിൽ നിന്നും നഷ്ടമായാലും കുഞ്ഞെ, നീ ക്ഷീണിച്ചു പോകരുത്, നീ ക്ഷീണിക്കരുത്, നീ ക്ഷീണിക്കരുത്. തിശ്ബയിൽ നിന്ന് വന്ന തിശ്ബിനായ ഏലിയാവ് ആഹാബിന്റെ കൊട്ടാരത്തിനകത്ത് കയറി പറഞ്ഞു, ഇനി ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടിൽ മഞ്ഞോ മഴയോ പെയ്യത്തില്ല. ഒറ്റ ദൂത, ഏലിയാവിന്റെ ശബ്ദം സിംഹത്തിന്റെ ഗർജനം പോലെ ആഹാബിന്റെ കൊട്ടാരത്തിനകത്ത് ചലിച്ചപ്പോ ആഹാബ് വിറച്ചുപോയി. ആഹാബ് വിറച്ചുപോയി. ഏലിയാവിനെതിരെ പടയൊരുക്കം ഇസബേൽ ഒരുക്കിയപ്പോ ദൈവം പറഞ്ഞു, ആഹാബിന്റെ കൊട്ടാരത്തിന് പുറകിലുള്ള കെരീത്തിൽ നീ പോയിരിക്കുക, നീ പോയിരിക്കുക. അർത്ഥം, നീ ക്ഷീണിക്കാൻ സാധ്യതയുണ്ട്. നിനക്കാവശ്യം തണല, നിനക്കാവശ്യം സപ്പോർട്ട്. നിന്റെ ഹൃദയം വേദനിക്കാൻ സാധ്യതയുണ്ട്. നിനക്കാവശ്യമുള്ളത് കെരീത്തിൽ ഞാൻ തരാം. പ്രിയരെ, കെരീത്തിനകത്ത് ഏലിയാവ് പോയിരുന്നു. ഏലിയാവ് ക്ഷീണിച്ചില്ല, ഏലിയാവ് തളർന്നില്ല. കാരണം കെരീത്ത് ദൈവം പറഞ്ഞയച്ചതാ. ഇന്ന് പകൽ ദൈവം പറഞ്ഞ അടുത്ത് നീ ഇരുന്ന് കഴിഞ്ഞാൽ നീ ക്ഷീണിക്കത്തില്ല. കാരണം നിനക്ക് വേണ്ടിയുള്ള കഴുക കാക്കയെ എൻ്റെ ദൈവം കൃത്യമായി അയച്ചിട്ടുണ്ട്. അർത്ഥം, ദൈവം പറഞ്ഞതിരുന്ന ദൈവദാസന്മാരെ, ദൈവദാസിമാരെ, നീ ക്ഷീണിക്കത്തില്ല, നീ ക്ഷീണിച്ചു പോക എന്റെ ദൈവം അനുവദിക്കത്തില്ല. കെരീത്തിലെ വെള്ളം വറ്റി, കാക്കയുടെ വരവ് നിന്നു. ഏലിയാവിനോട് ഒറ്റ ദൂത്, നീ എഴുന്നേറ്റ് സാറാഫാത്തിലേക്ക് പോ. അർത്ഥം, ഒരു കരുതൽ നിന്നപ്പോ മറ്റൊരു കരുതൽ ദൈവം തുറന്നു. അർത്ഥം, ദൈവസന്നിധിയിൽ നീ വ്യവസ്ഥയോടെ നിന്നാൽ, കാത്തിരിപ്പിന്റെ സമയമാണെങ്കിലും നീ ക്ഷീണിക്കാതെ വണ്ണം നിന്നെ ബലപ്പെടുത്താനുള്ള ചിലത് ദൈവം തന്നുകൊണ്ടിരിക്കുക, ദൈവം തന്നുകൊണ്ടിരിക്കുക. അതല്ലേ പ്രിയരെ, നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ജീവിതം മടുത്ത് ഇനി നാളെ എന്തെന്നറിയാൻ കഴിയാതെ ജീവിതത്തിനകത്തൊന്നു മാറി പ്രതിസന്ധികൾ വരുമ്പോൾ ഒരു പക്ഷേ ഈ ആലയത്തിനകത്തായിരിക്കാം, അല്ലെ മറ്റു പ്രാർത്ഥനകൾക്കകത്തായിരിക്കാം. നാം ചെന്നിരിക്കുന്ന സമയത്ത് ദൈവദാസന്മാർ പാടുന്ന ചില പാട്ടിന്റെ ഈരടികൾ പോലും നമ്മുടെ ക്ഷീണം മാറ്റുക. ദൈവദാസന്മാർ പ്രസംഗിക്കുന്ന വചനത്തിന്റെ ഒരു പദം
ദൈവവചനം മതി നമ്മുടെ ക്ഷീണത്തെ മാറ്റാ. അർത്ഥമെന്നറിയാമോ? നീ ക്ഷീണിക്കാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ലമ്മ. നീ ക്ഷീണിച്ചു കുടഞ്ഞു പോക എൻ്റെ ദൈവം അനുവദിക്കത്തില്ലമ്മ. പ്രിയരെ, 3.5 വർഷക്കാലം ഏലിയാവ് ക്ഷീണിച്ചില്ല. പക്ഷേ ഏലിയാവ് ആകാശത്തുനിന്ന് തീയിറക്കി യാഗപീഠത്തെ കത്തിച്ചതിനു ശേഷം ഏലിയാവ് ഒറ്റ പോക്ക ചെന്നിരുന്നത് ഇന്നലെ വരെ കെരീത്തില്ല. ഏലിയാവിനോട് ദൈവം പറഞ്ഞപ്പോൾ ചെന്ന് ക്ഷീണിക്കാതെ അഭയം തേടിയത് എന്ന് പറഞ്ഞാൽ ഒരു തണലിന് വേണ്ടി ഏലിയാവ് ഇന്നലെ വരെ ഇരുന്നത് കെരീത്തില്ല. പക്ഷെ ഇന്ന് ഏലിയാവ് പോയി അന്വേഷിച്ചത് മരുഭൂമിക്കകത്തൊരു ചൂരച്ചെടിയാ. ഒരു ചൂരച്ചെടിയുടെ തണലിനകത്ത് ചെന്നിരുന്ന് അഭയം തേടാമെന്ന് ഭക്തൻ ചിന്തിച്ചപ്പോ വചനം പറയുന്നു ഏലിയാവ് ക്ഷീണിച്ചു തുടങ്ങി. അർത്ഥം, ദൈവം പറയാത്തടത്ത് നീ അഭയം തേടിക്കഴിഞ്ഞ, നീ ആശ്വാസം കണ്ടെത്താൻ ശ്രമിച്ചു കഴിഞ്ഞ, ദൈവം പറയാത്ത ഇടത്ത് നിനക്കൊരു അഭയം തേടണമെന്ന് പ്രസംഗ ഭാഷയിൽ പറഞ്ഞ നിനക്കൊരു തണൽ ലഭിക്കണമെന്ന്. ഒരു പക്ഷേ വ്യക്തികളിലാകാം, ഒരു പക്ഷെ പണമാകാം, പദവിയാകാം, പ്രതാപമാകാം. എവിടെയാണോ നീ ആശ്രയിച്ചു ചെന്നിരിക്കുന്നത്, ഏലിയാവ് കരുതി എനിക്ക് ഈ ചൂരച്ചെടിയെങ്കിലും ഒരു തണൽ നൽകുമെന്ന് കരുതി ചൂരച്ചെടിയുടെ തണലിനകത്തിരുന്നപ്പോ വചനം പറയുന്നു ഏലിയാവ് ക്ഷീണിച്ചു തുടങ്ങി എന്ന് ദൈവം തിരിച്ചറിഞ്ഞു. ഇന്ന് പകൽ പ്രിയരെ, കെരീത്തിനകത്ത് ക്ഷീണിക്കാൻ സാധ്യതയുണ്ടായിരുന്നു. പക്ഷെ അവൻ ക്ഷീണിച്ചില്ല. കാരണം കെരീത്ത് ദൈവമയച്ച ഇടമാണ്. ദൈവമയക്കാത്ത അഭയങ്ങൾക്കകത്ത്, ദൈവമയക്കാത്ത, ദൈവം പറയാത്ത തണൽ നീ തേടി പോകരുത്. കാത്തിരിപ്പിന്റെ സമയത്ത് നീ ക്ഷീണിച്ചു പോക. ഹല്ലേലൂയ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ദൈവം അയച്ചെടുത്തൊരു ക്ഷീണമില്ല. ദൈവം അയക്കാതെ സ്വയമായി കണ്ടെത്തിയ ചില ചൂരച്ചെടികളുണ്ട്. അവിടെ ചെന്ന് ഭക്തനിരിക്കുക. അവൻ ക്ഷീണിക്കുക മാത്രമല്ല, അവൻ മരിച്ചാ മതി എന്ന് ചിന്തിച്ചു. ഞാൻ ആത്മാവിൽ പറയാൻ കേട്ടോ, വെയിറ്റിങ്ങിൻ്റെ കാലഘട്ടത്തിനകത്ത്, കാത്തിരിപ്പിൻ്റെ കാലഘട്ടത്തിനകത്ത് ദൈവത്തോട് ചോദിക്കണം, കർത്താവ് എൻ്റെ ജീവിതം ഇങ്ങനെയായി, എൻ്റെ കുടുംബം ഇങ്ങനെയായി, എൻ്റെ അവസ്ഥ ഇങ്ങനെയായി. നീ തന്ന ശുശ്രൂഷ വിശ്വസ്തയോടെ ഞാൻ ചെയ്തതാ. നീ തന്നതില്ല, വിശ്വസ്തയോടെ നിറവടിയോടെ ഞാൻ മുന്നോട്ട് ചെയ്തതാ. പക്ഷെ ഇന്ന് ഞാൻ എവിടെയൊക്കെ തളർന്നു തുടങ്ങി, എവിടെയൊക്കെ ഞാൻ ക്ഷീണിച്ചു തുടങ്ങി. ഇന്ന് പകൽക്കാലം ക്ഷീണിച്ച എൻ്റെ ദൈവത്തിനറിയാ നിന്നെ ധൈര്യപ്പെടുത്ത, നിന്നെ ശക്തീകരിക്ക. ഏലിയാവേ, നീ സ്വയം ചൂരച്ചെടിയെ തണലായി മാറ്റാൻ ശ്രമിച്ച അവിടെ നിന്നെ ഒതുക്കുന്ന ചില മരണത്തിന്റെ വ്യാപാരങ്ങളുണ്ട്. ക്ഷീണിച്ചു പോകുന്ന ചിലവിനെ ഒതുക്കി കളയുന്ന ചില മരണത്തിന്റെ വെല്ലുവിളികളുണ്ട്. ഈ ദൂത് ഞാൻ കൈമാറുമ്പോ ആത്മീകത്തിൽ ക്ഷീണിച്ചു തുടങ്ങിയ ആത്മീകത്തിൽ ഇടറി തുടങ്ങിയ, ആത്മീകത്തിനകത്ത് ദൈവകൃപയെ ചോർത്തി തുടങ്ങിയ ആരോടൊക്കെ ദൈവം പറയുന്നു, കുഞ്ഞ്, ചില ചൂരച്ചെടികൾക്കകത്ത് നിന്നെ മരണത്തെ കൊതിപ്പിച്ച് ഈ ലോകത്തുനിന്ന് തകർച്ചുകളയ പദ്ധതിയിട്ട ചില ഇരുട്ടിന്റെ മരണത്തിന്റെ ഭാഷങ്ങൾ ഉണ്ട് കേട്ടോ. ഇന്ന് ദൈവം പറയുക, ക്ഷീണിച്ചു പോകരുത്, നീ ശക്തിപ്പെടുക. പ്രിയരെ, നമ്മുടെ ജീവിതത്തിനകത്തും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരും കേട്ടോ. കൂടെ നിൽക്കുന്നവർ വന്നെ പറയും, നീ പോയൊന്ന് മരിക്ക, നീ ഒന്ന് തീർന്നു കണ്ടാ മതിയായിരുന്നു, എനിക്ക് വേണ്ടി നീ എന്തോ കരുതി, ഞങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ നീ നേടി എന്നൊക്കെ ചോദിക്കുന്ന ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങൾ വരും. അന്ന് മരണം നിന്നെ ചുറ്റിപ്പിടിക്കാൻ കടന്നു വരുമ്പോൾ ഇന്ന് പകൽക്കാലം ക്ഷീണിക്കാതെ നിലനിൽക്കണമെങ്കിൽ ദൈവത്തോട് പറ, കർത്താവേ, ഈ കാത്തിരിപ്പിന്റെ കാലഘട്ടത്തിൽ ക്ഷീണിക്കാതിരിക്കാനുള്ള ഒരു ശക്തിയെ ഇന്ന് പകൽ കൈമാറണമേ. ഹല്ലേലൂയ. പ്രിയരെ, ഏലിയാവിനോട് നോക്കിയേ,
ഏലിയാവിന് എന്ത് നഷ്ടം ഉണ്ടായേ? ഏലിയാവിന് ഒരു നഷ്ടം ഉണ്ടായില്ല. ശക്തമായ ശുശ്രൂഷ ചെയ്തിട്ട് ഇറങ്ങി വരിക, പർവ്വതത്തിന്റെ മുകളിൽ തീയിറക്കിയിട്ട് ഇറങ്ങി വരിക. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ സാധാ ശുശ്രൂഷയല്ല, ഒരു പനി മാറ്റിയിട്ടല്ല ഇറങ്ങി വരുന്നവ. പർവ്വതത്തിന്റെ മുകളിൽ ആമേ സ്വർഗത്തിൽ നിന്ന് തീയിറക്കി ആമേ ബാലിന്റെ പ്രവാചകന്മാരെ വെട്ടിവീട്ടി ആമേ ആ യാഗപീഠത്തെ കത്തിച്ച് ചാമ്പലാക്കിയിട്ട് ഇറങ്ങി വരിക എന്ന് പറഞ്ഞാൽ ശക്തമായി ശുശ്രൂഷ ചെയ്ത് ഇറങ്ങി വരുന്നവന്റെ ജീവിതത്തിനകത്ത് ക്ഷീണിപ്പിച്ച് മരണം വഴി മാറ്റിക്കളയ ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ പത്തവിടുക. ഇമ്മലകളിൽ ശക്തമായി നിന്റെ കുടുംബത്തെ ദൈവം ഉപയോഗിച്ചവ, ഇമ്മലകളിൽ നീ പാടിയവ, ഇമ്മലകളിൽ നീ ആരാപിച്ചവ, പക്ഷെ എവിടെയൊക്കെ ശത്രുവിനെ ഒതുക്കാൻ പദ്ധതിയിടുകയാ. ആമേൻ. പ്രിയരെ, ഏലിയാവ് ചൂരച്ചെടിയുടെ തണലിരുന്നിട്ട് ക്ഷീണിച്ചിട്ട് പറയുക, മതി യഹോവേ മതി, എന്റെ പ്രാണനെ എടുക്കണേ. അങ്ങനെ പറയണമെങ്കിൽ ഇയ്യോബല്ലേ പറയണ്ടേ? 10 മക്കൾ നഷ്ടപ്പെട്ടു, ഉണ്ടായിരുന്ന സമ്പത്ത് മുഴുവനും ശത്രു കൊണ്ടുപോയി, ദാസീദാസന്മാരെല്ലാം തകർന്നു കളഞ്ഞു. ആമേൻ. അവസാനം ആമേൻ ഒരു ഓട്ടിൻ കഷ്ണമെടുത്ത് വീട്ടിന്റെ മുറ്റത്ത് ആമേ പുഴുവിനെ ചുരണ്ടി കളഞ്ഞുകൊണ്ടിരിക്കുമ്പോ സ്വന്തം ഭാര്യ പോലും വന്നിട്ട് അതേ പദം പറയുക, ഇനി നീ വിശ്വാസം മുറുകെ പിടിക്കുന്നെന്ന് പോയി ചത്ത്. ഹലോ, ഏലിയാവ് പറഞ്ഞ അതേ പദം യോബിന്റെ അടുക്കൽ ഭാര്യ വന്ന് പറയുക, നീ പോയി ഒന്ന് ചത്തുകള. ഭക്തൻ ക്ഷീണിച്ചില്ല. ഇന്ന് പകൽ ക്ഷീണിക്കാതെ ഇരുത്തുന്നത് ദൈവവചനമാ. ദൈവവചനം വായിക്കുന്നവനെ ശത്രുവിന് ക്ഷീണിപ്പിക്കാൻ കഴിയത്തില്ല. അവൻ മരണം കൊതിക്കത്തില്ല. ആമേൻ. എത്ര പ്രതികൂലത്തിന്റെ മടിവില് എല്ലാം നഷ്ടമായാലും അവൻ പറയൂ, ഞാൻ പൊടിയുമേ നിന്നാല് എന്റെ വീണ്ടെടുപ്പുകാര് ജീവിക്കുന്നു. ദൈവം ഇല്ലാത്തവൻ പറയും, മതി യഹോവേ മതി, എന്റെ പ്രാണനെ എടുക്കണേ. പ്രിയരെ, കാത്തിരിപ്പിന്റെ കാലഘട്ടത്ത് ശത്രുവിന്റെ ഏറ്റവും വലിയ പദ്ധതി നിന്നെ ക്ഷീണിപ്പിച്ച് തകർത്തുകളയ. ഏലിയാവ് പറയുന്നു, മതി യഹോവേ മതി, എന്റെ പ്രാണനെ നീ എടുക്കണേ. ദൈവത്തിനു മനസ്സിലായി, അവൻ മരണം കൊതിക്കുക. ഞാൻ ആത്മാവിൽ പറയാ, ദൈവത്തിന്റെ ഹിതമല്ലാത്തത് നിന്റെ നാവിലൂടെ പുറത്തു കൊണ്ടുവന്ന് അതിലിട്ട് ബന്ധിച്ച് നിന്നെ തീർത്തു കളയാൻ രഹസ്യ അജണ്ടകൾ കാത്തിരിപ്പിന്റെ കാലഘട്ടത്തിനകത്ത് വെളിപ്പെടുമ്പോ ആരൊക്കെ ക്ഷീണിച്ചു തുടങ്ങി, ആരോടൊക്കെ ദൈവാത്മ പറയുന്നു, ഇന്ന് പകൽ ശക്തീകരിക്കുക. ശമുവേൽ പാസ്റ്ററല്ല, സബിം പാസ്റ്ററല്ല, എന്നോട് ദൈവാത്മ വ്യക്തമായി പറയുന്നു, സ്വർഗത്തുനിന്ന് ദൂതൻ ആമേൻ നിനക്ക് നിന്നെ ബലപ്പെടുത്താൻ, നിന്നെ ശക്തീകരിക്കുക. ഉള്ള അപ്പവും അടയുമായി എന്റെ ദൈവത്തിന്റെ ദൂതനെ ദൈവം പറഞ്ഞയക്കുക. ഏലിയാവേ നീ ക്ഷീണിക്കരുത്, ഇവിടം കൊണ്ട് തീരേണ്ടവനല്ല. ഇന്ന് പകൽക്കാലം ഏലിയാവേ ഈ വയസ്സായ സമയത്ത് ആഹാബിന്റെ രഥത്തെ ഭേദിച്ചോടാ, നിനക്ക് വേറൊരു നിയോഗത്തെ എനിക്ക് കൈമാറാനുണ്ട്. ആരാധിച്ച് കയറി വരാൻ കഴിയുമെങ്കിൽ ഇന്ന് പകൽ ആരാധിച്ച് ശക്തിപ്പെട്ടിട്ട് ഇതിനകത്ത് കയറിപ്പോകണം. ഇതുവരെ കാണാത്ത തലങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് നിന്നെ കൊണ്ടുപോകാൻ പോകുക. കുഞ്ഞെ, നീ ഇതുവരെ കേട്ടിട്ടില്ലാത്ത തലങ്ങളിലേക്ക്, ഇതുവരെ നീ കണ്ടിട്ടില്ലാത്ത തലങ്ങളിലേക്ക്, ശുശ്രൂഷയുടെ ഒരു അപ്ഗ്രഡേഷനിലേക്ക് എന്റെ ദൈവം നിന്നെ കൊണ്ടുപോകാൻ പോകുക. നീ മരണം കൊതിച്ചെങ്കിൽ നിന്റെ മാവ് കൊണ്ട് മരണത്തെ നീ വിളിച്ചു വരുത്താ. ഇരുട്ടിന്റെ പദ്ധതികൾ അജണ്ടയിട്ടെങ്കിൽ ദൈവം പറയുന്നു, നീ മരണം കാണാതെ ഏലിയാവേ എനിക്ക് നിന്നെ കൊണ്ടുപോകാൻ പദ്ധതിയുണ്ട്. അർത്ഥാബാല ഹടകച്ചാരബനം ധുര വൈഡബനം ധര വൈഡബരഗബ ശാരാബാല രീതി റബല ധുര വൈഡബരഗബ റീബരവച്ചബരം ധര വൈഡബ ആൽത്തബരം ധര വൈഡബ. ശക്തിപ്പെടുക. ഇന്ന് പകൽ ദൈവം ആരോടൊക്കെ പറയുക,
ഏലിയാവേ നീ എഴുന്നേൽക്ക്, ആരാമുറുക്ക്, നീ ശക്തിപ്പെടുക. ഇന്ന് പകൽ ദൈവാത്മാവ് പറയുന്നു, ആരോടൊക്കെ നീ ആരാമുറുക്കി അമ്മ എഴുന്നേൽക്ക്. ഇന്നലെ വരെ ആരോടെയൊക്കെ പേടി സ്വപ്നമായിരുന്ന ആഹാബിന്റെ രഥത്തെ ഭേദിക്കാനുള്ള ഒരു അഭിഷേകത്തെ ഞാൻ നിനക്ക് കൈമാറാൻ പോകുക. എന്നോട് ദൈവാത്മാവ് പറയുന്നു, ഇന്ന് പകൽ ഈ ആലയത്തിൽ ഒരു ദൈവശക്തി വെളിപ്പെടുക. ശക്തന്മാർ പോലും നിന്റെ മുൻപിൽ മുട്ടുകുത്തുന്ന, ശക്തന്മാർ പോലും നിന്റെ മുൻപിൽ മുട്ടുകുത്തി ഒരു പ്രാർത്ഥനയ്ക്ക് കേഴുന്ന, ഒരു ആരാധനയ്ക്ക് വേണ്ടി വൈഡവരക്കാർ ഈ പരപക്ഷപരം ധര വൈഡവ അർത്ഥപരം ധുര വൈഡവരം ധ. എന്നോട് ദൈവാത്മാവ് അങ്ങനെ തന്നെ പറയുക. ശക്തന്മാർ പോലും നിന്റെ അഡ്വൈസിന് വേണ്ടി കാത്തിരിക്കുന്ന സീസണുകൾ ആലയത്തിനകത്ത് ദൈവം തുറന്നിടുകയാണ്. ദൂത് ഏറ്റെടുക്കാൻ കഴിയുമെങ്കിൽ ഏറ്റെടുത്തു. ഏറ്റെടുക്കാൻ തീ 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 ഒടുവിൽ കർത്താവിലും അവന്റെ ആമിജബലത്തിലും ഇന്ന് പകൽ ശക്തിപ്പെടുക. ഏലിയാവേ, ഈ ചൂരച്ചെടി നിനക്ക് തണലല്ല, ഇതിനകത്ത് പതിയിരിക്കുന്ന മരണത്തിന്റെ വ്യാപാരങ്ങളുണ്ട്. അതിനകത്തും നീ ഒന്ന് എഴുന്നേറ്റ് ആരാമുറുക്ക്, നിന്നെ നിയോഗങ്ങളെ കൈമാറാനുണ്ട്. ഓഹോ ഹോ, ആരൊക്കെ തൊടുക, ആരൊക്കെ തൊടുക, ഏതൊക്കെ കുടുംബങ്ങളെ ദൈവം തൊടുക. Shalekimini Altamana Ribalaba Sharatere Altamana Shilatela. Oh ho Ribalat Shekinada. Yes. എന്നോട് ദൈവാത്മാവ് പറയുന്നു, നീ ക്ഷീണിക്കരുത്. നിന്നെ ക്ഷീണിപ്പിച്ച് ജീവിതത്തെ മടുപ്പിച്ച് നിന്നെ രോഗിയാക്കി ഈ കാത്തിരിപ്പിനപ്പുറം ദൈവം വച്ചിരിക്കുന്ന ഉയരങ്ങളിലേക്ക് പറന്നു പോകാൻ കഴിയാതെ ഒതുക്കിക്കളയാൻ ശത്രു വിട്ടിരിക്കുന്ന രഹസ്യ അജണ്ടകൾക്കകത്ത് ദൈവം പറയുക, നീ ഒന്ന് എഴുന്നേറ്റ ആരമുറുക്ക്. ഇതുവരെയും ചെയ്വല്ല ചെയ്യാത്ത നിയോഗങ്ങളെ ഞാൻ നിനക്ക് കൈമാറാൻ പോകുന്നു, കൈമാറാൻ പോകുന്നു, കൈമാറാൻ പോകുമ്പോ what a mighty Lord. ചരിത്രം പറയുന്നു, വേദപുസ്തകം പറയുന്നു, ഏലിയാവിന് ഏകദേശം 80ഓളം വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ഏലിയാവിന്റെ അടുക്കൽ ദൂതൻ ഇറങ്ങിയിട്ട് പറയുന്നത്, നീ അരമുറുക്ക്, നീ അരമുറുക്ക്, നീ ശക്തിപ്പെട, നിനക്കൊരു ശുശ്രൂഷയുണ്ട്. പ്രിയരെ, ചിന്തിക്കാൻ പറ്റുമോ? 80ാമത്തെ വയസ്സിൽ വയോവൃദ്ധനായ ഏലിയാവ് ആഹാബിന്റെ രഥത്തെ ഭേദിച്ചോടിയെന്ന് ഞാൻ ആത്മാവിൽ പറയാം. നിന്റെ ബുദ്ധിക്ക് അതീതമായ ചില ദൈവപ്രവർത്തികൾ കാത്തിരിക്കുക. ഏലിയാവെ, ചില വെയിറ്റിംഗ് പീരീഡിനകത്ത് നിന്നെ ചൂരച്ചെടിയുടെ തണലിനകത്ത് ഒതുക്കുന്ന ചില ഇരുട്ടിന്റെ വ്യാപാരങ്ങളുണ്ട്. അവിടെയൊന്നും നീ തകർന്നു പോകരുത്, അവിടെയൊന്നും നീ ക്ഷീണിച്ചു പോകരുത്. അവിടം കൊണ്ട് ഒതുക്കാനല്ല ദൈവം നിന്നെ വിളിച്ചത്. ഇന്ന് പകൽക്കാലം നിന്നോട് തന്നെ പറ, ക്ഷീണിക്കരുത്. ഹല്ലേലൂയ. 2, കൈവിടരുത്.
പ്രിയരെ, 17-ാമത്തെ വയസ്സിൽ കിട്ടിയ സ്വപ്ന. യോസേഫിന് 17-ാമത്തെ വയസ്സിൽ കിട്ടിയ സ്വപ്ന. തൻ്റെ കുടുംബക്കാർ മുഴുവൻ അവനെതിരായി. സഹോദരങ്ങൾ പറയുന്നൊരു പദമുണ്ട്, നിന്റെ സ്വപ്നം എങ്ങനെ നിറവേറുമെന്ന് നമുക്കൊന്ന് കാണാം. ഞാൻ ആത്മാവിൽ പറയാം. ലോകത്തിൻ്റെ ലക്ഷണം, ലോകത്തിൻ്റെ ലക്ഷ്യം ദൈവം തന്ന വാഗ്ദത്തത്തെ പിടിക്കുകയാണ്. ദൈവം തന്ന സ്വപ്നത്തെ അപഹരിച്ചെടുക്കുകയാണ്. ദൈവം നിനക്ക് വേണ്ടി ഒരുക്കുന്ന ചിലതിനെ അവിടെ എത്താതെ നിന്നെ ഒതുക്കിക്കളയുക. അവിടെ എത്തണമെങ്കിൽ ഇന്ന് പകൽക്കാലം നീ ദൈവത്തെ കൈവിടരുത്. ഈ വെയിറ്റിംഗ് പീരീഡിനകത്ത് സാധ്യതകളുണ്ട് കേട്ടോ. ക്ഷീണിക്കുമ്പോൾ, കുത്തുവാക്കുകളേറുമ്പോൾ, പരിഹാസങ്ങളേറുമ്പോൾ, നിന്ദകളേറുമ്പോൾ, അപമാനങ്ങൾ കയറുമ്പോൾ വീണു പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ ദൈവം പറയുക, അതിൻ്റെ നടുവിൽ നീ കൈവിടരുത്. നീ കൈവിടരുത്. ദൈവത്തെ കൈവിടരുത്. പ്രിയരെ, വചനം പറയുന്നു, എന്റെ മുമ്പിൽ സമയമില്ല, വേഗത്തിൽ പോകുക. വചനം പറയുന്നു, പോത്തിഫറിന്റെ ഭവനത്തിനകത്ത് യോസേഫ് കയറി ചെല്ലുമ്പോ പോത്തിഫറിന്റെ ഭാര്യ യോസേഫിന്റെ വസ്ത്രത്തെ കയറി പിടിച്ചു. അപ്പോൾ വചനം പറയുന്നു, യോസേഫ് ആ വസ്ത്രത്തെ ഇട്ടേച്ച് അവൻ ഇറങ്ങിയോടി. ഓടാനുള്ള ഒറ്റ കാരണം, അവന് വലുത് വസ്ത്രമല്ല, അവന് വലുത് ദൈവത്തിന്റെ കൽപ്പന കൈവിടാതെ അവൻ എന്തെല്ലാം അതിന്റെ പിന്നിൽ വന്നാൽ ഭക്തൻ പറയുന്നു, ഇല്ലില്ല, കാണുന്നൊരു കർത്താവുണ്ട്, എനിക്ക് അറിയും ഒരു കർത്താവുണ്ട്. സാത്താന്റെ ഏറ്റവും വലിയ പദ്ധതിയാ, നാം ക്ഷീണിച്ചു തുടങ്ങുമ്പോൾ, നാം ഭാരപ്പെട്ടു തുടങ്ങുമ്പോൾ, നാം ആകുലപ്പെട്ടു തുടങ്ങുമ്പോൾ, നാം അറിയാതെ നമ്മെ കയറി പിടിക്കുന്ന ചില പാപത്തിൻ്റെ ടെൻഡൻസികളുണ്ട്. നമ്മൾ കരുതും ആരും അറിയുന്നില്ല, നമ്മൾ കരുതും ആരും കാണുന്നില്ല. പക്ഷെ കയറി പിടിക്കുന്ന സമയത്ത് ഭക്തൻ ചെയ്തു കേട്ടോ, അവൻ എന്തു ചെയ്തു? പാപത്തെ വിട്ടേച്ച് ദൈവത്തെ കൈവിടാതെ നിന്നു. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയാൻ പറ്റേ, ദൈവത്തെ കൈവിടാതെ നിന്ന ഏത് കുണ്ടറയ്ക്കകത്ത്, ഏത് കാരാഗ്രഹത്തിനകത്തോ, 1, 2 7 വർഷം യോസേഫ് കാരാഗ്രഹത്തിനകത്ത് കിടന്നു. കാരാഗ്രഹത്തിനകത്ത് ഒതുക്കിയെന്ന് ലോകം പറഞ്ഞു. യോസേഫ് തന്നെ പറഞ്ഞില്ല. യോസേഫിനറിയാ, എൻ്റെ സ്വപ്നം നിവർത്തിയാക്കുന്നൊരു സമയമുണ്ട്. ഞാൻ ദൈവത്തിന് വേണ്ടിയല്ലേ നിന്നത്, ഞാൻ ദൈവത്തിന് വേണ്ടിയല്ലേ പാടിയത്, ദൈവത്തിന് വേണ്ടിയല്ലേ പ്രസംഗിക്കുന്നത്. കുഞ്ഞെ, നമ്മൾ ഇന്ന് പലരും പ്രസംഗിക്കുന്നത് കയ്യടിക്ക് വേണ്ടിയാ, ആരും ആണെന്ന് കാണാൻ വേണ്ടിയാ. 2 വാക്ക് പാടുന്നത് ഞാൻ വലിയ സംഭവമാണെന്ന് കാണിക്കാനാണ് എന്ന് പറഞ്ഞാൽ സ്റ്റേജ് പെർഫോമൻസ് ആയി ആരാധനകളും ശുശ്രൂഷകളും മാറുമ്പോ ഞാൻ ആത്മാവിൽ പറയാ, പറയുന്നു, ഇതൊന്നും അല്ല വിഷയം. എനിക്ക് ഏറ്റവും വലുത് എന്റെ ദൈവത്തെ കൈവിടാതെ ഞാൻ നിന്നു കഴിഞ്ഞ എന്റെ ജീവിതത്തിൽ സ്വപ്നത്തെ നിറവേറും ഒരു സീസൺ വെളിപ്പെടാ. ഭക്തന്റെ മുൻപിൽ അവൻ ദൈവത്തെ കൈവിടാതിരുന്നത് കൊണ്ട് അവൻ മിസ്രയീമിന്റെ പ്രധാനമന്ത്രിയാക്കി ദൈവം മാറ്റി. 1 ക്ഷീണിക്കരുതേ, 2 കൈവിടരുതേ, 3 തളരരുത്. തളരാൻ സാധ്യതയുണ്ട് കേട്ടോ, മടുത്തു പോകാൻ സാധ്യതയുണ്ട്. പലർക്കും പറ്റിയ അബദ്ധത. കാത്തിരിപ്പിന്റെ സീസണിനകത്ത് കയറിയിരുത്തിയപ്പോ പ്രാർത്ഥന മറന്നവരുണ്ട്, ആരാധന തളർന്നു പോയവരുണ്ട്. ആരാധിച്ചിട്ട് ഇനി എന്ത് കിട്ടാനാ, പാടിയിട്ട് എന്ത് കിട്ടാനാ, ഉപവസിച്ചിട്ട് എന്ത് കിട്ടാനാ. ഞാൻ സ്നേഹത്തോടെ ഞാൻ ചോദിക്കട്ടെ, ഈ 2027 7-ാം മാസമായി എത്ര നാളായി നീ ഒന്ന് ഉപവസിച്ചിട്ട്, എത്ര നാളായി നീ ഒന്ന് കരഞ്ഞിട്ട്, എത്ര നാളായി നീ ഒന്ന് പ്രാർത്ഥിച്ചിട്ട്, എത്ര നാളായി ആത്മാർത്ഥമായി നിന്റെ വിഷയങ്ങളുടെ നടുവിൽ നീ കണ്ണുനീരോടെ ദൈവത്തോട് സംസാരിച്ചിട്ട് നമ്മൾ പറയും നമ്മൾ വലിയ ആരാധനക്കാരാണ്, നമ്മൾ വലിയ ആരോ ആണ്. നീ ഒന്നും അല്ലെന്നേ. ശത്രു നിന്നെ തളർത്തിക്കളയുക, ശത്രു നിന്നെ ഒതുക്കിക്കളയുക, ശത്രു നിന്നെ സ്വപ്നത്തെയും അഭിഷേകത്തെയും ചോർത്തി ഒരു വേസ്റ്റ് കുപ്പക്കുടിക്കകത്ത് വലിച്ചെറിയുന്നത് പോലെ നിന്നെ വലിച്ചെറിയ ശത്രു പദ്ധതിയിട്ടിരിക്കുക. നീ തളർന്നു തുടങ്ങിയിട്ട്
കേട്ടോ, നീ പഴയ ആരാധനയില്ല, പഴയ പാട്ടില്ല, പഴയ സ്തോത്രമില്ല. ആരൊക്കെ കാണിക്കാൻ നീ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, നീ ആരോ ആണെന്ന് കാണിക്കാൻ വേണ്ടി നീ എന്തോ ചെയ്യുന്നുണ്ട്. സ്നേഹത്തോടെ ഞാൻ ചോദിക്കട്ടെ, എത്ര നാളായി ഒന്ന് ഉപവസിച്ചിട്ട്, എത്ര നാളായി ഒന്ന് കരഞ്ഞിട്ട് പോട്ടെ, ഉച്ചവരെയെങ്കിലും ആഹാരത്തെ മാറ്റിവെച്ച് ദൈവത്തോട് നിലവിളിച്ചിട്ട് എത്ര നാളായി? കുഞ്ഞെ, നീ പറയും നിനക്ക് വലിയ ജോലിയാണെന്ന്, നീ പറയും നീ വലിയ അധ്വാനമാണെന്ന്. കുഞ്ഞെ, ഇതെല്ലാം ഉണ്ടായിരുന്നപ്പോൾ ഇന്നലകൾ വന്ന വേദനകളുടെ മടിവിൽ നീ കണ്ണുനീരോടെ കരഞ്ഞില്ലേ? ദീർഘനാളുകൾ പട്ടിണി കിടന്നില്ലേ? ദൈവസന്നിധിയിൽ കാത്തിരുന്നില്ലേ? ദൈവസന്നിധിയിൽ തളരാവുന്നില്ലേ? ഇന്നെവിടെയൊക്കെ തളർന്നു തുടങ്ങിയില്ലേ? എവിടെയൊക്കെ ഒന്ന് തളർന്നു തുടങ്ങിയില്ലേ? പഴയ ഓട്ടത്തിന്റെ വേഗതയൊന്നും ഇല്ലല്ലോ. പഴയതുപോലെയൊന്നും ആരാധനയ്ക്ക് വരാനുള്ള ഒരു ഉന്മേഷമൊന്നും ഇല്ലല്ലോ. ആരൊക്കെ തള്ളിഞ്ഞു കൊണ്ടുവരല്ലേ? നീ തളർന്നു തുടങ്ങി, നീ തളർന്നു തുടങ്ങി, നീ തളർന്നു തുടങ്ങി, നീ തളർന്നു തുടങ്ങി, നീ തളർന്നു തുടങ്ങി. ശത്രുവിനും അതാ വേണ്ടത്, ശത്രുവിനും അതാ വേണ്ടത്. നിന്നെ തളർത്തുക, നിന്നെ തീർത്ത് കളയുക. അബ്രഹാം പറയും, എത്ര വൈകിയാലും ഞാൻ തളരില്ല. 25 25. മോശ പറയും 40 40. ഞാൻ കാത്തിരിക്കാം, ഞാൻ കാത്തിരിക്കാം, ഞാൻ തളരില്ല. നിന്ന് പ്രസംഗിക്കണം, ഒറ്റ വാക്കി പറയുക, തളർന്നു പോകരുതേ, തളർത്തിക്കളയും. സാഹചര്യങ്ങൾ അങ്ങനെ നിന്റെ ജീവിതത്തിൽ കൊണ്ടിടും. നീ ചിന്തിക്കും, ഞാൻ സാഹചര്യം കൊണ്ടല്ലേ, ഞാൻ ഇന്നത് കൊണ്ടല്ലേ. നോ നോ നോ, നീ അറിയാതെ ശത്രു നിന്നെ ഒതുക്കുക. 1 ക്ഷീണിക്കരുത്, 2 കൈവിടരുത്, 3 തളരരുത്, 4 കാത്തിരിക്കൂ, കാത്തിരിക്കൂ. തളരാതെ, ക്ഷീണിക്കാതെ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുക. കാത്തിരുന്നാൽ നിനക്ക് വേണ്ടി ഒരു സമയം വെളിപ്പെടാം. പ്രിയരെ, ഒരു നിലമൊഴുക്കി വിത്ത് വിതച്ചിട്ട് കൃഷിക്കാരൻ്റെ ഒരു കാത്തിരിപ്പുണ്ട്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? നിലമൊരുക്കി വിത്ത് വിതച്ച് കൃഷിക്കാരൻ്റെ ഒരു കാത്തിരിപ്പുണ്ട്. ആ കാത്തിരിപ്പ് എന്തിനു വേണ്ടി എന്നറിയാമോ? മഴയ്ക്ക് വേണ്ടി ഒരു കാത്തിരിപ്പ്, മഴയ്ക്ക് വേണ്ടി ഒരു കാത്തിരിപ്പ്. അവനറിയാം, അവനൊരുക്കിയ നിലം കൊണ്ട്, അവനൊരുക്കിയ അവൻ ഇട്ട ഫെർട്ടിലൈസേഴ്സും ഉണ്ട്. ഇതുകൊണ്ടൊന്നും വിത്ത് വളരില്ല. വിത്ത് വളർന്ന് കൊയ്തെടുക്കണമെങ്കിൽ മഴ വെളിപ്പെടണം. ഇന്ന് പകൽക്കാലം, ഇന്നലകളിൽ ഒത്തിരി വിതച്ചില്ലേ? കണ്ണുനീരോടെ ഒത്തിരി വിതച്ചില്ലേ? സങ്കീർത്തനക്കാരന്റെ ഭാഷയിൽ പറഞ്ഞ, നിങ്ങൾ കണ്ണുനീരോടെ വിതച്ചത് ആർപ്പോടെ കൊയ്യണോ? അതിനകത്ത് ഒരു കാത്തിരിപ്പിന്റെ കാലമുണ്ട്, അതിനകത്ത് കാത്തിരിപ്പിന്റെ കാലമുണ്ട്. സെക്കരിയാവിന്റെ ഭാഷയിൽ പറഞ്ഞ, ഒരു പിന്മഴയുടെ കാലമുണ്ട്, ഒരു മഴയുടെ കാലമുണ്ട്. ആ കാത്തിരിപ്പ് കൃഷിക്കാരൻ ചെയ്യുന്നത് മഴയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. എന്തിനെന്നറിയാമോ? വിതച്ച ഉടനെ കൃഷിക്കാരൻ പോയി വിത്ത് തോണ്ടി നോക്കത്തില്ല ഫലമായെന്ന്. നമ്മുടെ ചിന്ത അതാ, വിതച്ച ഉടനെ അടുത്ത ഞായറാഴ്ച വരുമ്പോൾ എനിക്ക് ഫലം കിട്ടണം, ഇല്ലെങ്കിൽ പാസ്റ്റർ ഞാൻ പള്ളിയിലും. പഴയ പവറൊന്നും പാസ്റ്റർക്ക് ഇല്ല. പാസ്റ്റർ പല ശാസിക്കുന്നു, ഒന്നും അങ്ങോട്ട് അടക്കുന്നില്ല. നിങ്ങളെല്ലാം എൻ്റെ കൂടെ ഉണ്ടോ? പക്ഷെ കൃഷിക്കാരൻ്റെ പ്രത്യേകത, വിതച്ച ഉടനെ അവൻ വിത്തിനെ ഇളക്കാൻ പോകത്തില്ല. അവൻ കാത്തിരിക്കും. എന്തിനു വേണ്ടി? മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കും. കാത്തിരിപ്പിന്റെ കാലഘട്ടത്തിനകത്ത് മഴ പെയ്യുമ്പോൾ അവൻ വിതച്ച വിത്ത് മുള പൊട്ടി പുറത്തു വരും. അത് കൊയ്ത്തിന് വേണ്ടി പാകമാകും. എന്നോട് ദൈവം വ്യക്തമായി ഇടപെടുക. കണ്ണുനീരോടല്ലേ വിതച്ചത്? അത് പാഴായി പോകാതിരിക്കാൻ ഒന്ന് കാത്തിരിക്കാമോ? ഒത്തിരി കരഞ്ഞതല്ലേ ഈ ജീവിതത്തെ ഒന്ന് പച്ച പിടിപ്പിക്കുക? ഒത്തിരി കരഞ്ഞതല്ലേ ഒന്ന് കരകയറാൻ വേണ്ടി? ഒത്തിരി വേദനയോടെ നിലവിളിച്ചതല്ലേ ദൈവമേ ഒന്ന് രക്ഷപ്പെട്ട് കാണാൻ വേണ്ടി? ഇന്ന് പകൽക്കാലം ദൈവം പറയുക, വിത്ത് വിതച്ചിട്ട് നീ കാത്തിരിക്കുക. ഒരു പിന്മഴയുടെ കാലഘട്ടമുണ്ട് ദൈവസഭയെ, ഒരു പിന്മഴയുടെ കാലഘട്ടമുണ്ട്. അന്ന് ഈ വിതച്ചതെല്ലാം മുളപൊട്ടും കേട്ടോ, വിളച്ചതെല്ലാം മുളപൊട്ടും. കഴുകടേ, നഷ്ടപ്പെട്ട തൂവലുകളെല്ലാം മടങ്ങി വരും കേട്ടോ. നഷ്ടപ്പെട്ടതിനേക്കാൾ നല്ല തൂവലുകളെല്ലാം മടങ്ങി വരും. നിന്റെ ശരീരം മുഴുവനും തൂവലുകൾ കൊണ്ട് നിറയും.
നഷ്ടപ്പെട്ട ചുണ്ടിനേക്കാൾ മനോഹരമായ കൂർത്ത ചുണ്ടുകൾ ദൈവം വീണ്ടും നിനക്ക് തരും. ഞാൻ ആത്മാവിൽ പറയട്ടെ, our God is the God of restoration. എൻ്റെ ദൈവം പുനഃസ്ഥാപനത്തിൻ്റെ ദൈവമാണ്. നഷ്ടപ്പെട്ടതിന് വീണ്ടും തിരിച്ചു തരാൻ കഴിയുന്ന ദൈവമാണ്. അവൻ ഇതെല്ലാം റെഡിയായി വരുമ്പോ കഴുകനറിയാ എനിക്ക് ശരീരത്തിനകത്തൊരു ശക്തി വെളിപ്പെടുന്നുണ്ട്. പഴയതിനേക്കാൾ ഉയരത്തിൽ. പണ്ട് പറന്ന കാർമേഘങ്ങളുടെ മുകളിലല്ല, അതിനേക്കാൾ ഉയരത്തിൽ നിൽക്കുന്ന കാർമേഘങ്ങളുടെ ഉയരത്തിലൂടെ ഞാൻ പറന്നു പോകും. പണ്ട് നിന്നെ നോക്കി പാറയുടെ പിളർപ്പിനകത്തിരുന്നപ്പോ കളിയാക്കിയ കാക്കയും കുയിലും ഇതെല്ലാം കണ്ടു നിൽക്കുക. നീ എന്ത് ചെയ്യും? പറന്നുയരും. ഞാൻ ആത്മാവിൽ പറയാം, കാത്തിരിക്ക. ഒരു മഴ പെയ്യും, ഒരു മഴ പെയ്യും. നീ നട്ടതെല്ലാം പുറത്തു വരും, നട്ടതെല്ലാം പുറത്തു വരും. അന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ നമ്മുടെ വായിൽ അവൻ ആമേൻ ഓർപ്പ് നിറയ്ക്കും. ഹലോ, സന്തോഷത്തിൻ്റെ പുതിയ പാട്ട് നമ്മുടെ നാവിലൂടെ പുറത്തു വരും. കണ്ണുനീരോടെ വിതച്ചത് ആർപ്പോടെ കൊയ്യും. എല്ലാ കണ്ണും ദൈവസ്ഥൽ അടയട്ടെ. ഒരു നിമിഷം എഴുന്നേറ്റ് നിന്നാട്ടെ. എല്ലാ കണ്ണും ദൈവസ്ഥൽ അടയട്ടെ. എല്ലാ കണ്ണും ദൈവസ്ഥൽ അടയട്ടെ. ഒരു നിമിഷം എഴുന്നേറ്റ് നിന്നാട്ടെ. വേഗത്തിൽ റാം ഷക്കീറാം തീരകൾ കമന ബലഘടക. എല്ലാ കണ്ണുകളും ദൈവസ്ഥൽ അടയട്ടെ. റാം തീരികൾ കമന ബലഘടക. നാം ദൈവത്തെ ആരാധിക്കാൻ പോവുക, നാം ദൈവത്തെ സ്തുതിക്കാൻ പോവുക. എല്ലാ കണ്ണുകളും ദൈവസ്ഥൽ അടയട്ടെ. ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, ഓ ശാബാരാബലഘടക, ക്ഷീണിക്കരുത്, കൈവിടാതിരിക്കാനുള്ളൊരു കൃപ. ഒന്ന് പ്രാർത്ഥിച്ചേ, ഒന്ന് പ്രാർത്ഥിച്ചേ. തളർന്നു പോകാതെ നിൽക്കാനുള്ളൊരു കൃപ. ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിച്ചേ. അടുത്ത് നിൽക്കുന്നവരെ നോക്കണ്ട, ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചേ. ഓ, ഇരുകരങ്ങളും മാറോടൊന്ന് ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചേ. മാറോടൊന്ന് ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചേ. സ്വർഗീയമല്ല കർത്താവേ, വചനത്തിന് മുൻപിൽ ഞങ്ങൾ താണിരിക്കുക. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്നുയരും. ഇന്ന് പകൽക്കാലം വചനത്തിന്റെ മുൻപിൽ ഞങ്ങളെ തന്നെ സറണ്ടർ ചെയ്യുക. ക്ഷീണിക്കരുത്, കൈവിടാതെ നിൽക്കാൻ, തളരാതെ നിൽക്കാൻ, കാത്തിരിക്കാൻ. കാത്തിരിപ്പിന്റെ നാളുകൾക്ക് വിരാമമിട്ട് ചില കൊയ്ത്തുകൾ കൊയ്തെടുക്കാൻ സ്വർഗമേ, ഇന്ന് പകൽ അങ്ങനെ ഒരു അഭിഷേകത്തെ നീ കൈമാറണമേ. ഞങ്ങളിപ്പോൾ ചില വിടുതലുകൾ, ചില നിയോഗങ്ങൾ ആത്മാവിൽ ഞങ്ങൾ സ്വീകരിക്കാൻ പോവുക. ദൈവത്തിന്റെ വലിയ ചലനങ്ങൾ സംഭവിക്കട്ടെ. അസാധാരണമായ ദൈവപ്രവർത്തികൾ ചലിക്കണം. മഹത്വം അങ്ങെടുക്കാം. ഈ ജനത്തെ ഞാൻ ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. അവൻ കരങ്ങൾ ചേർത്തടിച്ച് ശക്തിയോടെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. മുന്നോട്ടു തന്നെ ഓടുന്നു എന്തിരുദീനായി. ആർപ്പോടു നിന്നെ ഘോഷിക്കും ഈ സിയോൻ യാത്രയിൽ. മുന്നോട്ടു തന്നെ ഓടുന്നു എന്തിരുദീനായി. ലഭിക്കും നിശ്ചയം എന്തിനും എനിക്ക് ശത്രുക്കളാരുമേ കൊണ്ടുപോകയില്ല. പ്രാപിക്കുമെന്നു ഞാൻ രാജൻ കയ്യിൽ നിന്നു ഭൂതന്മാരുടെ മധ്യത്തിൽ. നിശ്ചയം എന്തിനും എനിക്ക് ശത്രുക്കളാരുമേ കൊണ്ടുപോകയില്ല. പ്രാപിക്കും അന്നു ഞാൻ രാജൻ കയ്യിൽ നിന്നു ഭൂതന്മാരുടെ മധ്യത്തിൽ.
തീരും രക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു തൻ ചങ്കിലെ ശുദ്ധരക്തത്താൽ ഞാൻ ജയം പാടിയിടും മഹത്വവും രക്ഷക സ്തുതി നീനക്കെന്നും ചേറ്റിൽ നിന്നെ വീഴുകയോ തതിന സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സിനാളല്ല നന്ദിയോടടി വണങ്ങും സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സിനാളല്ല നന്ദിയോടടി വണങ്ങും ഭാഗ്യകാലം ഓർക്കുമ്പോ എന്നുള്ളം തുള്ളുന്നു ഈ ലോകസുഖം തള്ളി ഞാൻ അഭാഗ്യം കണ്ടപ്പോൾ എൻ ഭാഗ്യകാലം ഓർക്കുമ്പോ എന്നുള്ളം തുള്ളുന്നു ഈ ലോകസുഖം തള്ളി ഞാൻ അഭാഗ്യം കണ്ടപ്പോൾ നിത്യമാം രാജ്യത്തിൽ അന്നു എന്നും ഞാൻ ഘോഷിക്കും രക്തത്തിൽ ഫലമായി വാഴുവേ സ്വർഗത്തിൽ കോടി കോടി യുഗങ്ങളായി രക്തത്തിൽ ഫലമായി വാഴുവേ സ്വർഗത്തിൽ കോടി കോടി യുഗങ്ങളായി കുഞ്ഞാട്ടിൽ തീരും രക്തത്താൽ ഞാൻ ശുദ്ധനായി രക്ഷക സ്തുതി നീനക്കെന്നും ചിത്രമെടുത്തതിന സ്തുതിക്കും അങ്ങേ ഞാൻ ആയുസേ നാളല്ല നന്ദിയോടടി വണങ്ങും സ്തുതിക്കും അങ്ങേ ഞാൻ ആയുസേ നാളല്ല നന്ദിയോടടി വണങ്ങും സ്തുതിക്കും നിന്നെ ഞാൻ ആയുസേ നാളല്ല നന്ദിയോടടി വണങ്ങും നന്ദിയോടടി വണങ്ങും മഹത്വം രക്ഷക സ്തുതി നീനക്കെന്നും വീണ്ടെടുത്തതിനായി സ്തുതിക്കും അങ്ങേ ഞാൻ ആയുസ്സിനാളല്ല നന്ദിയോടടി വണങ്ങും സ്തുതിക്കും അങ്ങേ ഞാൻ ആയുസ്സിനാളല്ല നന്ദിയോടടി വണങ്ങും സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സിനാളല്ല നന്ദിയോടടി സ്തുതിക്കും അങ്ങേ ഞാൻ ആയുസ്സിനാളല്ല നന്ദിയോടടി ശക്തിയോടെ പുതിയ ശക്തിയുടെ ഒരു പകർച്ച ഇന്നു പകൽ ഈ കാത്തിരിപ്പിന്റെ മാറിൽ തളർന്നു പോകാതെ ക്ഷീണിച്ചു പോകാതെ ദൈവത്തെ കൈവിടാതെ ഒരു കൃഷിക്കാരൻ മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ സ്വർഗമേ ഞങ്ങൾ അങ്ങയുടെ ദൈവ പ്രവർത്തിക്കുവേ ശക്തി ഇന്ന് പകൽക്കാലം Yes.
സ്വർഗമേ, ഇന്ന് പകൽ ക്ഷീണിക്കാതെ, അങ്ങേ കൈവിടാതെ, തളരാതെ ദൈവപ്രവർത്തിക്ക് വേണ്ടി കാത്തിരിപ്പാൻ, അരമുറുക്കി ശക്തീകരിച്ച് കാത്തിരിപ്പാൻ ഇന്ന് പകൽ പുതിയ ശക്തിയാൽ, പുതിയ ബലത്താൽ, പുതിയ നിയോഗത്താൽ സ്വർഗം ഞങ്ങളെ നിറച്ചതിനായി നന്ദി പറയുന്നു. ഈ ജനത്തെ ഞങ്ങൾ അങ്ങനെ ബ്ലസ് ചെയ്യുകയാണ്. ഈ കാത്തിരിപ്പിന്റെ കാലഘട്ടത്തിനകത്ത് ഒന്നുപോലും തകർന്നു പോകരുത്. ദൈവം വച്ച ഉയരങ്ങളിലേക്ക് പറന്നുയരാ ഞങ്ങൾക്ക് ശക്തി ലഭിക്കുവോളം കാത്തിരിപ്പാൻ. യഹോവയെ കാത്തിരിക്കുമവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു പറമുയരുമെന്ന് അങ്ങയുടെ വചനത്തിൽ ആശ്രയിച്ച് ഞങ്ങൾ കാത്തിരിക്കുന്നു. ജനത്തെ ഒരിക്കൽ കൂടെ ബ്ലസ് ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവസന്നിധിയിൽ ഇരിക്കാമോ? ദൈവരാജ്യത്തിന് വേണ്ടി വിതയ്ക്കേണ്ട സമയമാണ്. കൊണ്ടുവന്ന നന്മകളെ ഒരു നിമിഷം കരങ്ങളിലെടുക്കാമോ?